28-ാം ദിവസം വളരെ സജീവമായിട്ട് തന്നെ ഹൗസ് ഉണർന്നു. എപ്പോഴും എന്നത്തെയും പോലെ തന്നെ കിച്ചണിൽ ചർച്ച കൊടുമ്പിരി കൊണ്ടു. ഫുഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഫുഡ് താമസിച്ചതിനെക്കുറിച്ചും ആപ്പിൾ തിന്നുന്നതിനെക്കുറിച്ചും ഒക്കെ വളരെ ചർച്ചകൾ ബഹളങ്ങളൊക്കെ അവിടെ നടക്കുകയുണ്ടായി. അവർ ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം അത്തപ്പൂക്കളമുണ്ടാക്കി. ഇവിടെ 2 അതിഥികൾ ഇന്ന് വരികയുണ്ടായി. രമ്യ നമ്പീശനും ജസ്റ്റിൻ വർഗീസും. അതുപോലെ തന്നെ 1 മിനിറ്റ് നേരം ഓരോരുത്തരുടെയും അനുഭവം, കുട്ടിക്കാല ഓർമ്മകൾ പറയണമെന്ന് പറഞ്ഞു. അതിൽ വിജയിച്ചത് റെന ഫാത്തിമയായിരുന്നു. റെന ഫാത്തിമയ്ക്ക് സമ്മാനം 2 പേരും ചേർന്ന് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ 28-ാം ദിവസത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ആര്യൻ ജിസേലിനെ പറ്റി അനുമോൾ പറഞ്ഞ കാര്യമാണ്. അത് ഒരു പുതപ്പിനുള്ളിൽ അനുമോളും മസ്താനിയും കൂടെ കിടന്ന് കാണിക്കുന്ന രംഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ആര്യനും ജിസേലും കിടന്നത്. അതിലെന്തോ അവിഹിതം ഉള്ളതായിട്ടാണ് പറയുന്നത്. ജിസേലിനും ആര്യനും നല്ലൊരു ഭാവിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും തുറന്നു പറയാതിരുന്നത് എന്നൊക്കെ അനുമോൾ പറഞ്ഞു. എല്ലാവരും അനുമോളോട് പറഞ്ഞു ഇത് എങ്ങനെയാണെന്ന് കാണിച്ച് തരുവാൻ പറഞ്ഞു. അവർ കിടന്നത്, അപ്പോൾ അവർ കിടയ്ക്കുള്ളിൽ കിടന്ന് അവർ കിസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതറിഞ്ഞപ്പോൾ ജിസേലും ആര്യനും പൊട്ടിക്കരയുകയുണ്ടായി. ഞങ്ങളെക്കുറിച്ച് ഞാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു. ആര്യനും വളരെയധികം ക്ഷോഭിച്ചു. ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിന്ന് ആര്യൻ കംപ്ലൈൻറ്റ് പറഞ്ഞ് ഒരുപാട് കരയുകയുണ്ടായി. പക്ഷേ അതുപോലെ തന്നെ അനുമോളുടെ കൂട്ടാളികൾ ജിഷിൻ, മസാനി ഒക്കെ അനുമോൾക്ക് അനുകൂലമായിട്ട് നിന്നു. എന്നാൽ കൂടുതൽ പേരും അവരെ അനുമോളെ അനുകൂലിച്ചില്ല. കാരണം പലരുടെയും പേര്, നൂറയുടെ പേര്, ശൈത്യയുടെ പേരൊക്കെ അനുമോൾ പറഞ്ഞെങ്കിൽ സമയമായപ്പോൾ അവർ മാറിക്കളഞ്ഞു. അപ്പോൾ ആര്യൻ കോപം കൊണ്ട് വിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അനുമോളെ അടിക്കുവാനായിട്ട് പോലെ ചാടി ചെന്നു. എല്ലാവരും ചേർന്ന്, ഹൗസ്മേറ്റ്സ് എല്ലാം ചേർന്ന് അവനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ഇത് ഇവർ രണ്ടും കൂടാണ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചത്. കാരണം മസാനിയും ഒട്ടും മോശമല്ല, മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനും വഴക്കുണ്ടാക്കുന്നതിനൊക്കെ മസാനും എടുക്കുകയാണ്. അതുപോലെ തന്നെ റെന ഫാത്തിമയെ ഒരുപാട് അവൾ ശല്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ കാരണം ജിഷിനും ഒട്ടും മോശമല്ല. ജിഷിനും വന്ന് ഹൗസ് മെമ്പേഴ്സിനോടൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നതൊക്കെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പുതിയ കണ്ടസ്റ്റൻ്റ് ആണല്ലോ ജിഷിൻ, മസാനിയും ഒക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള വലിയൊരു ഇഷ്യൂസൊക്കെ ഇവിടെ നടന്നു. അതുപോലെ തന്നെ ജിസേലിൻ്റെ വല്യമ്മ മരിച്ചതിൻ്റെ വിഷമമാണ് കൂടുതലും ജിസേലിനുള്ളത്. ആ ഒരു വിഷമത്തിലാണ് ജിസേലിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, ഒരാളെക്കുറിച്ച് അപവാദം പറയരുത് എന്നൊക്കെ. പക്ഷേ അനുമോൾ അത് ഉറച്ചു നിന്നു. ഞാൻ 2-3 ദിവസമായിട്ട് ഞാനിത് പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ ആരോടും പറഞ്ഞില്ല ഇതുവരെ. ഇപ്പം എന്തായാലും ഇത് വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയൊരു, കാരണം പുറത്തോട്ട് പറയുന്നത് തന്നെ ഒരു വലിയ ഇത് പറയുമ്പോഴിങ്ങനെയാണ് വലിയൊരു പ്രശ്നമായിട്ട്. പക്ഷേ നെവിൻ പറയുന്നുണ്ട് അനുമോൾക്ക് പ്രൂവ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവളിങ്ങനെ കിടന്നു കാണിച്ചു എങ്കിലും ഇവർ കിസ് ചെയ്തു, അത് അവിഹിതമായിരുന്നു എന്നൊന്നും പ്രൂവ് ചെയ്യാൻ അവൻ ആര്യൻ കരയുകയാണ്. അപ്പോൾ പലരും പറയുന്നുണ്ട് അവൻ്റെ കള്ളക്കണ്ണുനീരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവർ കരയുമ്പോൾ അവൻ എപ്പോഴും ചിരിക്കുകയാണല്ലോ, അപ്പോൾ ഇവനോട് കൂടുതൽ അലിവൊന്നും വേണ്ട. പക്ഷേ അവൻ ഏറ്റവും സഹായിയായിട്ട് അപ്പോൾ നിൽക്കുന്നത് നെവിനാണ്. നെവിൻ അവനെ വളരെയധികം സാന്ത്വനിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. 28-ാം ദിവസം വളരെ സജീവമായിരുന്നു.